Hi everyone, welcome to the world of English. It is me, Iyas sir from MS Solution. ഇനി എന്തിനും മറ്റൊരു സൊല്യൂഷൻ. Hi dears, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ്, എല്ലാവർക്കും അറിയാവുന്ന 4ാമത്തെ യൂണിറ്റിൽ ശകുന്തളം എന്ന് പറഞ്ഞ ഒരു ഡ്രാമയുണ്ട്, ഒരു നാടകമുണ്ട്. പിന്നെ എന്തുണ്ട്, ട്രിൽസ് ആൻഡ് ത്രിൽസ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ സാലിം അലിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനുശേഷം ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി എന്ന് പറയുന്ന ഒരു പോയം ഉണ്ട് നമുക്ക് പഠിക്കാൻ, അല്ലേ? സോ ഇതിൽ നിന്ന് എന്തെല്ലാം ഡിസ്കോഴ്സ് ആണ് നമ്മുടെ എക്സാമിന് ചോദിക്കുക, ഈ 3 ചാപ്റ്ററിൽ നിന്നും എന്തെല്ലാം ഡിസ്കോഴ്സ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പെട്ടെന്ന് നോക്കിക്കോ ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ശകുന്തളം എന്നുള്ള ചാപ്റ്റേഴ്സ് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡിസ്കോഴ്സുകളെ കുറിച്ചാണ്. അപ്പോൾ നോക്കിക്കോ എത്ര ഡിസ്കോഴ്സിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കുറെ ഡിസ്കോഴ്സസ് ഉണ്ട്. പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്ന് ഒരു സ്പീച്ച് ആയിരിക്കാം. ഓക്കെ, ശകുന്തളം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡിസ്കോഴ്സ് എന്തായിരിക്കും? ഒരു സ്പീച്ച് ആയിരിക്കാം, ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു നോട്ടീസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ഒരു നരേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്? ശകുന്തളം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. റൈറ്റ് ചാപ്റ്റർ ഇന്റർവ്യൂസ് ചോദിക്കോ? ചോദിക്കൂല, ഉറപ്പാണല്ലേ? കാരണം ഇതൊരു ഡ്രാമയാണ്. എന്താണ്? ഒരു ഡ്രാമയാണല്ലോ. അപ്പോൾ ഇതൊരു നാടകമാണ് നടക്കുന്നില്ലേ, ഒരു സ്റ്റേജിൽ നടക്കുന്ന നാടകമാണ്. തീർച്ചയായിട്ടും ഒരു പ്രസംഗം ഇതിൽ നിന്ന് ചോദിച്ചേക്കാം, നോട്ടീസ് ചോദിച്ചേക്കാം, ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം, നരേഷൻ ചോദിച്ചേക്കാം. അപ്പോൾ സാർ എന്തെല്ലാം രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്? അപ്പോൾ നോക്കിക്കോ, ഇതൊരു വലിയ ക്വസ്റ്റ്യൻ, ഇതുപോലെയുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തരും കേട്ടോ. അപ്പോൾ നോക്കിക്കോ, യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് കൾച്ചറൽ പ്രോഗ്രാം ഇൻ വിച്ച് ഡ്രാമ ശകുന്തളം വിൽ ബി സ്റ്റേജ്ഡ് എന്ന് പറയുന്നുണ്ട്. എടാ, നിങ്ങളുടെ സ്കൂളിൽ എന്ത് നടക്കുന്നുണ്ട്? ഈ ശകുന്തളം എന്നുള്ള ഡ്രാമ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ സ്കൂളിൽ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ദെൻ ആസ് ദ സെക്രട്ടറി ഓഫ് ദ ലിറ്റററി ക്ലബ് എന്ന് പറയുന്നത്, നിങ്ങളാണ് അവിടുത്തെ ലിറ്റററി ക്ലബിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് എ നോട്ടീസ് ഇൻവൈറ്റിംഗ് സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ദിസ് പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു നോട്ടീസ് ഉണ്ടാക്കണം. നോട്ടീസ് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് എന്താ? നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു നോട്ടീസ് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായല്ലോ? സ്പീച്ച്, നോട്ടീസ്, ക്യാരക്ടർ സ്കെച്ച്, നരേഷൻ. അപ്പോൾ ഫസ്റ്റ് പറയുന്ന നോട്ടീസിനെ കുറിച്ചാണ്. നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ നോട്ടീസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ശകുന്തളം എന്നുള്ള ആ ഒരു നാടകം നിങ്ങളുടെ സ്കൂളിലെ സ്റ്റേജിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നടക്കുന്ന കമ്മിറ്റിയുടെ സെക്രട്ടറി ആണോ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡേറ്റ്, ടൈം, വെന്യൂ, അല്ലെ? ഡേറ്റും ടൈമും വെന്യൂ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ശകുന്തളം എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് ഈ സെയിം ഡിസ്കോഴ്സ്. നിങ്ങളുടെ പുസ്തകത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ശകുന്തളം എന്നുള്ള ചാപ്റ്ററിൽ 129ാമത്തെ പേജിൽ, കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 129 തോന്നുന്നുണ്ട്, 129ാമത്തെ പേജിൽ ഏറ്റവും ടോപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ നമ്പർ 3. ആ ക്വസ്റ്റ്യൻ നമ്പർ 3 ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തുള്ളത്. ആസ് എ പാർട്ട് ഓഫ് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിക്കൊണ്ട് യു എൻഗേജ് ഇൻ എ സെഷൻ ഓൺ തിയേറ്റർ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് ക്ലാസ് 10th ലേണേഴ്സ് ഇൻ യുവർ നെയ്ബറിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായിട്ട് നിങ്ങളുടെ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ദെൻ പ്രിപ്പയർ ആൻ ഇൻട്രൊഡക്ഷൻ ടു ശകുന്തളം ഫോർ ദെയർ ബെനിഫിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ശകുന്തളം എന്നുള്ള ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്പീച്ച്, ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കൊടുക്കണം. അതാണ് പ്രിപ്പയർ ഇൻട്രൊഡക്ഷൻ, ഒരു സ്പീച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്തിനു വേണ്ടി? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ വേണം. അതിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയോ? യു മേ ഹൈലൈറ്റ് ദ തിയേറ്ററിക്കൽ ടെക്നിക്സ് ഉൾപ്പെടുത്തണം. ദ സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. 6 മാർക്കിനായിരിക്കും ഇത് ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വലിയ ഡിസ്കോഴ്സ് ആണ് എന്ത്? നമ്മുടെ ഇൻട്രൊഡക്ഷൻ മീൻസ് ഇൻട്രൊഡക്ഷൻ സ്പീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ എന്ത് ചെയ്യണം? നമ്മൾ തിയേറ്ററിക്കൽ ടെക്നിക്സ്, സെറ്റിംഗ്, ക്യാരക്ടർ, സീക്വൻസ് ഓഫ് ഇവന്റ്സ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഡിസ്കോഴ്സ് സെറ്റാണല്ലോ, രണ്ടാമത്തെ ഡിസ്കോഴ്സ്. ദെൻ അടുത്ത് നോക്കിക്കോ, നൗ ഡെവലപ്പ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ കിങ് എന്ന് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കിക്കോടാ, ഏറ്റവും ഇമ്പോർട്ടന്റ്, 90% നമുക്ക് ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, നൗ ഡെവലപ്പ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് കിങ് ദുഷ്യന്ത എന്ന് പറയുന്നുണ്ട്. ദുഷ്യന്തൻ രാജാവിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. 5 മാർക്കിനാണ് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് സെറ്റായിട്ട് പഠിച്ചോ. 5 മാർക്കിനുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നെ എന്ത് ചോദിക്കാം എന്നുള്ള സംശയമുള്ള കുട്ടികളുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നറേറ്റീവ് ആയിരിക്കും. നറേറ്റീവ് എങ്ങനെയാണ് നറേറ്റീവ് ചോദിക്കാം? അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ കണ്ടോ, prepare a detailed narrative, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നെറേറ്റീവ് ഉണ്ടാക്കാം ഓഫ് ദ ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ ആക്ട് 1. ഒന്നാമത്തെ ഫസ്റ്റ് ആക്ട് എന്തായിരുന്നു? ദുഷ്യന്തൻ രാജാവും
ഡിയർ അല്ലെ, മാനുമായും ദുഷ്യന്തൻ രാജാവും മാനും ഒരു തമ്മിലുള്ള ഒരു സീനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സോ ആ ഒരു ആക്ട് ഉണ്ടല്ലോ, ഫസ്റ്റ് ആക്ട്, ആ ആക്ടിൽ നിന്ന് എന്ത് ചെയ്യാം, ആ ആക്ടിനെ ഫോക്കസ് നെറേറ്റീവ് ഉണ്ടാക്കണം. ദ ഹണ്ട് ഓഫ് ശകുന്തളം ഫോക്കസിങ് ഓൺ ദ ക്യാരക്ടേഴ്സ്, ദർ പൊളിറ്റിക്കൽ സ്റ്റൈൽ ഓഫ് സ്പീച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നുണ്ട്. പ്രകൃതിയുമായിട്ടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റൈൽ ഓഫ് സ്പീച്ച്, അവരുടെ സംസാരം, അവരുടെ സംസാരിക്കുന്നത് അറിയില്ലേ, നമ്മുടെ എന്താ പറയാ നമ്മുടെ മാനിനെ നോക്കിയിട്ട് നമ്മുടെ രാജാവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ്, ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അങ്ങനെ ഒരു അടിപൊളി, അതായത് നല്ല ഭംഗിയുള്ള കഴുത്തുള്ള മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാനിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നെറേറ്റീവ് ഡീറ്റെയിൽഡ് നെറേറ്റീവ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ചോദിച്ചിട്ടുള്ളത് 6 മാർക്കിനാണ്. 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശകുന്തളം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം, എന്താ, നെറേറ്റീവ് ചോദിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഇത്രയുമാണ് ഒന്നാമത്തെ പാഠത്തിന് സാറിന് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പാഠം ഡോക്ടർ സാലിം അലി അല്ലെങ്കിൽ സലീം അലി എന്നൊക്കെ ചിലർ പറയലുണ്ട്. സാലിം അലി അല്ലേ, സാലിം അലിയുടെ ചാപ്റ്റർ ആയിട്ടുള്ള ത്രിൽസ് ആൻഡ് ത്രിൽസ് അല്ലെ, ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ അല്ലെ, അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഡിസ്കോഴ്സസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കിയാലോ. അപ്പൊ നോക്കിക്കോ, ഇത്രയും കാര്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തത് സ്പീച്ചാണ്, രണ്ടാമത്തത് ഡയറിയാണ്, 3 റൈറ്റപ്പ്, 4 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, 5 നോട്ടീസ്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ ഇതിൽ നിന്ന് ചാൻസ് ഉണ്ട്. ഇവിടെ കൊടുത്ത ഏതെങ്കിലും ഒരു സാധനമായിരിക്കും ഇതിനെ ചോദിക്കാം, എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ മെമ്മോറിയൽ ലെക്ചർ ഈസ് കണ്ടക്ടഡ് ബൈ ഹോണർ ടു ഹോണർ ഇൻ ദി സ്റ്റുഡന്റ് ദ ബേൺമാൻ ഓഫ് കേരള. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നോക്കാൻ മാർക്ക് ചെയ്തിട്ടോ. പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയത് പുതിയ സിലബസാണ്. പുതിയ സിലബസ് ആകുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. നിങ്ങളവിടെ നമ്മുടെ സർക്കാർ പുറത്തിറക്കിയ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് കണ്ടോ, നിങ്ങൾ നോക്കിയോ? അത് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾ നമ്മുടെ SLC എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇറക്കിയിട്ടുള്ളത് സർക്കാർ. അപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്, അതിന്റെ വേ ഓഫ് പ്രസന്റേഷൻ എങ്ങനെയാണ്, ഏത് ടൈപ്പിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഏത് ഏരിയ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഒരു സ്പീച്ച് ഉണ്ടാക്കണം. സ്പീച്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ Birdman of Kerala, a memorial lecture is conducted by honor in the children Birdman of Kerala. A noted bird watcher invited to deliver a lecture, draft the speech he is likely to deliver. You may cite the incident from the Trills and Thrills എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബേർഡ്മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന ഇന്ത്യ ചൂടൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഫേമസ് ആയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് നോട്ടഡ് ബേർഡ് വാച്ചർ ആണ്. ഈസ് ഇൻവൈറ്റഡ് ടു ഡെലിവർ എ ലെക്ചർ. അദ്ദേഹത്തിന് ഒരു പ്രസംഗം അല്ലെ, ഒരു എന്താണ്, അദ്ദേഹത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാണ്. അപ്പോൾ അതിനൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യണം. ആ സ്പീച്ചിൽ എന്തെല്ലാം വേണം, യു മേ സൈറ്റ് ദ ഇൻസ്റ്റൻസ് ഫ്രം ദ ട്രിൽസ് ആൻഡ് ത്രിൽസ്. കാരണം നമ്മൾ പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ട് ട്രിൽസ് ആൻഡ് ത്രിൽസ്, അതിൽ ഇഷ്ടംപോലെ ഇൻസ്റ്റൻസ് ഉണ്ട് കിളികളുമായി ബന്ധപ്പെട്ടുള്ള. ആ കിളികളുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റൻസ് എന്തിലുണ്ടാവണം, ഈ ഒരു സ്പീച്ചിൽ ഉണ്ടാവണം. സ്പീച്ച് ചോദിക്കുക 6 മാർക്കിനോ 7 മാർക്കിനോ ആയിരിക്കും എന്ത് ചോദിക്കുക, സ്പീച്ച് ചോദിക്കുക. 5 മാർക്കിനും 4 മാർക്കിനോ എന്ത് ചോദിക്കൂല, സ്പീച്ച് ചോദിക്കൂല. സ്പീച്ച് എപ്പോഴും 7 മാർക്കിനോ 6 മാർക്കിനോ മാത്രമായിരിക്കും എന്ത് ചോദിക്കടാ, സ്പീച്ച് ചോദിക്കട്ടോ. അപ്പൊ സെറ്റാണല്ലോ, 6 മാർക്കിനോ 7 മാർക്കിനോ ആയിരിക്കും നമ്മുടെ സ്പീച്ച് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ശരിക്കും നോക്കിക്കോ, 7 മാർക്ക് 6 മാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്തി ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളിങ്ങനെ ലെങ്തി ആയിട്ട് എഴുതേണ്ടി വരും കേട്ടോ. അപ്പോൾ സ്പീച്ച് മറന്നു പോകണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സ്പീച്ച് ആണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്പീച്ച് മറന്നു പോകരുത്. ട്രിൽസ് ആൻഡ് ത്രിൽസിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു സ്പീച്ചാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ. Then നെക്സ്റ്റ് വരുന്നത്, യു വിസിറ്റ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. നിങ്ങൾ എന്ത് ചെയ്തു, പറമ്പിക്കുളം ടൈഗർ റിസർവിലെ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൈഗർ റിസർവ് ആണ് എന്ത്, പറമ്പിക്കുളം എന്താ പറയാ ടൈഗർ റിസർവ് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്തു, സ്പോട്ട് എ ബ്രോഡ് ടൈൽഡ് ഗ്രാസ് വാർബ്ലർ. നിങ്ങളവിടെ പോയപ്പോൾ ആ ഒരു എന്താണ് ബ്രോഡ് ടൈൽഡ് ഗ്രാസ് വാർബ്ലർ എന്നുള്ള എന്ത് ചെയ്തു, ആ ബേർഡിനെ കണ്ടു. റൈറ്റ് ബേർഡ് വാച്ചേഴ്സ് ഡയറി എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് ഒരു ബേർഡ് വാച്ചറുടെ ഡയറി ഏതാണ്, ഞങ്ങളുടെ സാധാരണ ഇതിന്റെ ഡയറി പോലെയല്ല, ബേർഡ് വാച്ചറുടെ ഡയറി ഏതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബേർഡ് വാച്ചറുടെ ഡയറി എന്ന് പറയുന്നത്. ഇനി ബേർഡ് വാച്ചറുടെ ഡയറി അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾ ഇവിടെ ചോദിച്ചെങ്കിൽ തന്നെയാണ് ഈ സെയിം ക്വസ്റ്റ്യൻ, ബേർഡ് വാച്ചറുടെ ഡയറി അല്ല, നിങ്ങളോട് പറയുകയാണെന്ന്, നിങ്ങൾ ഒരു സാലിമലി പോയ പോലെ എവിടെ പോയി ഈ ഒരു ടൈഗർ റിസർവ് സന്ദർശിച്ചു, അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രി നിങ്ങൾ പോയി എഴുതുന്ന ഡയറി എന്തായിരിക്കും. ഇങ്ങനെ ഒരു ഡയറിന്റെ ക്വസ്റ്റ്യനും ചോദിച്ചേക്കാം. 5 മാർക്ക് 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡയറിയും ചോദിച്ചേക്കാം, ഒരു സ്പീച്ചിന്റെ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡിസ്കോഴ്സസ് മറന്നു പോകണ്ട. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഡയറിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മറന്നു പോകരുത്. സോ അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് അപ്പ്. എടാ കുറെ കാലമായി റൈറ്റ് അപ്പിനെ കുറിച്ച് കേട്ടിട്ടല്ലേ. 7 മാർക്കിനും ഇംഗ്ലീഷ് എന്നുള്ള
സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏറ്റവും വലിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 7 മാർക്കാണ്. ഏറ്റവും വലിയ മാർക്ക് 7 മാർക്കും ചെറിയ മാർക്ക് കഴിഞ്ഞ വർഷത്തെ എക്സാമിലേക്ക് 1/2 മാർക്ക് ഉണ്ടായിരുന്നു. ചില ഗ്രാമർ പോർഷൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ 1/2 മാർക്ക് കിട്ടിയിരുന്നു നമുക്ക്. അപ്പോൾ ഏറ്റവും വലിയ മാർക്ക് 7 മാർക്സ് ആണ്. അപ്പൊ നോക്കിക്കോ, ഐഡന്റിഫൈ ദ ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള. നിങ്ങൾ എന്ത് ചെയ്യണം? കേരളത്തിലെ ബേർഡ് സാങ്ച്വറീസിന് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. സ്റ്റഡി ദ വെറൈറ്റി ഓഫ് ബേർഡ്സ് ദാറ്റ് ലിവ് ദർ എന്ന് പറയുന്നുണ്ട്. അവിടെ ജീവിക്കുന്ന എല്ലാ കിളികളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ദ ഡീറ്റെയിൽസ് ഓഫ് ദ മിഗ്രേറ്ററി ബേർഡ്സ് ടു പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ദ ബേർഡ് വെൽത്ത് ഓഫ് സ്റ്റേറ്റ് ആൻഡ് നീഡഡ് ടു കൺസർവ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. എടാ, നിങ്ങളൊരു റൈറ്റ് അപ്പ് ഉണ്ടാക്കാൻ പറയാം. ഇത് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. പുറത്തു നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നും സാറെ പറയില്ല. ഒരു 50% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡിസ്കോഴ്സ് ആണ് ഇത്. പുറത്തു നിന്നും ചോദിക്കാൻ അതൊരു ഔട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പുറത്തുനിന്ന് ചോദിക്കാനുള്ള ഒരു സാധനമാണ്. പ്രിപ്പയർ എ റൈറ്റ് അപ്പ്. ഒരു റൈറ്റ് അപ്പ് തയ്യാറാക്കണം. എന്തിനെ കുറിച്ചിട്ട് അറിയും? നിങ്ങൾ കേരളത്തിലുള്ള ബേർഡ് സാങ്ച്വറീസ് എന്ത് ചെയ്യാം? ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അവിടെ ജീവിക്കുന്ന കിളികളുടെ ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് വൺ ബേർഡ് ഓൺ ദ ബേർഡ് വെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് നീഡ് കൺസർവ് ഇറ്റ്. ഒരു ബേർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ആ ബേർഡ് കേരളത്തിന് ഏറ്റവും അത്യാവശ്യമാണ്, അതിന്റെ കൺസർവേഷൻ ഏറ്റവും മസ്റ്റ് ആണ് എന്ന് തോന്നിക്കുന്ന കുറച്ച് ബേർഡുകളെ ലിസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ലെവലിലായിരിക്കണം നിങ്ങൾ എന്തുണ്ടാക്കുന്നത്? റൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് അപ്പ് 7 മാർക്കിനാണ്, അല്ലെങ്കിൽ 7 മാർക്കോ 6 മാർക്കോ സാധാരണ കാണാറുള്ളത് 7 മാർക്കിനാണ് എന്തുണ്ടാവാറുള്ളത്? നമ്മുടെ റൈറ്റ് അപ്പ് ഉണ്ടാവാറുള്ളത് കേട്ടോ. മറന്നു പോകരുത്. റൈറ്റ് അപ്പ് ആണ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അവിടെ റൈറ്റ് അപ്പ് ചെയ്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാറ് പറഞ്ഞുതരാം. നോക്കിക്കോ, നമുക്ക് ഒന്നാമത്തെ ഫസ്റ്റത്തെ 3-4 വരിയിൽ എന്ത് വേണം? നമുക്ക് 3-4 വരിയിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റണം? നമുക്ക് ഇൻട്രോ കൊടുക്കാൻ പറ്റണം. പിന്നെ അങ്ങോട്ട് താഴേക്കുള്ള സെൻട്രൽ പോർഷനിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റണം? നമുക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റണം. മനസ്സിലായോ? കണ്ടന്റ് കൊടുക്കാൻ പറ്റണം. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടന്റും ഇൻട്രോയും കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റണം? കൺക്ലൂഷൻ. എന്ത് കൊടുക്കാൻ പറ്റണം? കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടായിരിക്കണം? നമ്മളുടെ എന്തിലുണ്ടായിരിക്കണം? ആ ഒരു റൈറ്റപ്പിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സെറ്റാണല്ലോ. റൈറ്റപ്പിൽ ഉണ്ടായിരിക്കണം. മറന്നു പോയത് കേട്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കണം റൈറ്റപ്പ് ചെയ്തിരുന്നത്. മറന്നു പോകേണ്ട. 7 മാർക്കിനാണ് എന്തുള്ളത്? റൈറ്റപ്പ് ഉള്ളത്. ദെൻ അടുത്തത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാത്രമേ വലുപ്പമല്ല കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഇതാണുള്ളത് നോട്ടീസാണ്. നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ SLC എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നോട്ടീസ്. എന്താണ് നോട്ടീസിന്റെ ക്വസ്റ്റ്യൻ? നോക്കിക്കോ. യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് സ്പെഷ്യൽ പ്രോഗ്രാം to commemorate Dr. Salim Ali, the Birdman of India, as the secretary of the Natural Club. Draft a notice informing the student. നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മൾ ഡോക്ടർ സാലിം അലിയുമായി ബന്ധപ്പെട്ടിട്ടോ, ബേർഡ്മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ സാലിം അലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രോഗ്രാമിന്റെ നോട്ടീസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായോ? ആ പ്രോഗ്രാമിന്റെ നോട്ടീസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിൽ ഡേറ്റും ടൈമും വെന്യൂ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ഡീറ്റെയിൽസുമുള്ള ഒരു നോട്ടീസ് ആയിരിക്കും. സർ, നോട്ടീസ് എന്ന് പറയുമ്പോൾ സംടൈംസ് ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് വേണമെങ്കിലും അതിന് പറയാം. ഓക്കെ, ഇവന്റ് ഇൻവിറ്റേഷൻ, ടൈപ്പ് ഓഫ് ഇവന്റ് ഇൻവിറ്റേഷൻ എന്ത് ചെയ്യും വേണമെങ്കിലും പറയാം. വല്ലാതെ കാണുന്ന സാധനം എന്ത്? ഇവന്റ് ഇൻവിറ്റേഷൻ. മറന്നു പോകണ്ട, ഇവന്റ് ഇൻവിറ്റേഷൻ. ഓക്കെ, ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ ടൈപ്പും നോട്ടീസും ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പം എന്തായാലും ചിലപ്പോൾ ഇത് മാറിയിട്ട് എന്ത് ചോദിക്കാം? അവിടെ നമ്മൾ ഇവന്റ് ഇൻവിറ്റേഷനും ചോദിച്ചേക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ. ക്വസ്റ്റ്യനെ കുറിച്ച് ഐഡിയ കിട്ടിയാലോ? ഇതാണ്. പിന്നുള്ളത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കോ. യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിംഗ് എ പ്രോഗ്രാം ടു ബി ഹോണർ ഡോക്ടർ സാലിം അലി, ബേർഡ്മാൻ ഓഫ് ഇന്ത്യ. ബേർഡ്മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ സാലിം അലിയെ ഹോണർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്തു? ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആസ് എ പാർട്ട് ഓഫ് ദ ഇവന്റിന്റെ ഭാഗമായിക്കൊണ്ട് സ്റ്റുഡൻസ് ഹാവ് ടു കണ്ടക്ട് ആൻ ഇന്റർവ്യൂ വിത്ത് നോട്ടഡ് ബേർഡ് വാച്ചർ. അവിടെ അറിയപ്പെട്ട ഒരു ബേർഡ് വാച്ചർ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. Prepare 6 suitable interview questions you would ask during the interview. ആ ഇന്റർവ്യൂ ടൈമിൽ അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റിയ, ആ ബേർഡ് വാച്ചറോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം. 6 ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഐ തിങ്ക് 6 മാർക്കായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ 3 മാർക്ക് ഉണ്ടാവുള്ളൂ. ഒരു ക്വസ്റ്റ്യന് 1/2 മാർക്ക് വെച്ചിട്ട്. 6 മാർക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ടാവും? 1 മാർക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ സാർ എന്ത് ചെയ്യുന്നത്? ഓരോ ഡിസ്കോഴ്സും എങ്ങനെ എഴുതണം സാർ, ഇങ്ങനെ എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും? ചിലപ്പോൾ എല്ലാവർക്കും ടെൻഷനുള്ള ഏരിയ ആയിരിക്കും. സാർ, ഇംഗ്ലീഷിന്റെ ഡിസ്കോഴ്സ് എഴുതുമ്പോൾ ഞങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടാറില്ല സാർ, ഇങ്ങനെ പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ഫുൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യണം? ഓരോന്നിനെ കുറിച്ച് എന്ത് ചെയ്യും സാറ് വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ? എല്ലാ ഡിസ്കോഴ്സും ഗ്രാമറും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അടിപൊളി വീഡിയോസുമായിട്ട് സാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ ഫുൾ ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ മറന്നു പോകരുത്.
ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് എന്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി എന്ന് പറയുന്നുണ്ട്. വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി അറിയാലോ, കൂളി തടാകത്തിലെ 59 അരയന്നങ്ങളെ വീക്ഷിക്കാൻ 19 വർഷമായി വരുന്ന 19 18 അല്ലേ, ഐ തിങ്ക് 19 വർഷമായിട്ട് വരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലേ, നമ്മുടെ പോയറ്റ് ആണത്. സോ ആ പോയറ്റ് അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ പറയുന്നില്ലേ, അതിന്റെ തീം എന്തായിരുന്നു? പാസേജ് ഓഫ് ടൈം ആയിരുന്നു, അറിയാലോ അല്ലേ. അപ്പോൾ പോയമാണ്, പോയറ്റിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്തായിരിക്കും? അപ്രിസിയേഷൻ ആയിരിക്കും. പോയത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്രിസിയേഷൻ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. പോയം ആയതുകൊണ്ട് അതിന്റെ തീം, ഫിഗർ ഓഫ് സ്പീച്ച്, ടോൺ, സ്റ്റൈൽ എല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പോൾ അപ്രിസിയേഷൻ ആണ് ചോദിക്കുക. പിന്നെ അപ്രിസിയേഷൻ അല്ലാതെ എന്ത് ചോദിക്കും സാർ? അങ്ങനെ ചോദിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, അപ്രിസിയേഷൻ അല്ലാതെ ചോദിക്കാമെങ്കിൽ ലൈൻ ബൈ ലൈൻ ചോദിക്കും. എന്ത് ചോദിക്കും? ലൈൻ ബൈ ലൈൻ ചോദിക്കും. അപ്രിസിയേഷൻ അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കും? അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ലൈൻ ബൈ ലൈൻ ചോദിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിക്കോ, ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി, വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി മറന്നു പോകണ്ട. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കേട്ടോ, ലൈൻ ബൈ ലൈനും അപ്രിസിയേഷനും. സെറ്റ് ആണല്ലോ. ഇത്രയും ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചോ. പിന്നെ ഒരു കാര്യം കൂടി, എടാ നമ്മുടെ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി എന്നുള്ളത് എക്സാമിന് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സാർ അത്ര കൺഫേംഡ് അല്ല. അപ്പോൾ സാർ ഒന്ന് കൺഫേം ആയിട്ട് പറയാം. ഓക്കെ, സെറ്റ് ആണല്ലോ. എന്തായാലും പഠിച്ചോ. നമുക്കത് അങ്ങനെ നോക്കാൻ നമുക്ക് 7 ചാപ്റ്റർ പഠിക്കാണ്ട്. ഇനി വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി ഇല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എത്ര ചാപ്റ്റർ ഉണ്ടാവും? 6 ചാപ്റ്റർ അല്ലേ? 6 ചാപ്റ്റർ ഉണ്ടാവും. വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി ഇല്ലെങ്കിൽ നമുക്ക് 6 ചാപ്റ്റർ ഉണ്ടാവും. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 7 ചാപ്റ്റർ പഠിക്കാണ്ടാവും. ഏതൊക്കെ 7 ചാപ്റ്റർ? സീഡ്ലിംഗ് ഉണ്ട്. പിന്നെ ഏതൊക്കെയാ? സീഡ്ലിംഗ് ആണ് ഫസ്റ്റ് സാധനം അല്ലേ. സീഡ്ലിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് തുടങ്ങാനല്ലേ പീസ് ഓഫ് സ്ട്രിങ് പഠിക്കാണ്ട് നമുക്ക്. അനദർ ഡേ ഇൻ പാരഡൈസ് ഉണ്ട്, വാർ ഉണ്ട്, ശകുന്തളമുണ്ട്, ട്രിൽസ് ആൻഡ് ത്രിൽസ് ഉണ്ട്. നമ്മുടെ വൈൽഡ് സ്വാൻസ് അറ്റ് കൂളി ഉണ്ടെങ്കിൽ അതും എക്സാമിന് ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ പോയത്തിൽ നിന്ന് എന്ത് മാത്രമേ ചോദിക്കുള്ളൂ? അപ്രിസിയേഷൻ മാത്രമേ ചോദിക്കുള്ളൂ. സെറ്റ് ആയിട്ട് പഠിച്ചോ. നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം, നമുക്ക് റിസൾട്ട് വേണം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, വൈൽഡ് സ്വാൻസ് അറ്റ് കൂളിയിൽ നിന്ന് അപ്രിസിയേഷനും ലൈൻ ബൈ ലൈനും ചോദിച്ചേക്കാം. പിന്നെ ഒരു കാര്യം കൂടി സാർ പറഞ്ഞുതരാം, SLC എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിലും ചോദിച്ചിട്ടുണ്ട് എന്ത്? ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വൈൽഡ് സ്വാൻസ് അറ്റ് കൂളിയിൽ നിന്നാണ്. ഓക്കെ, മറന്നു പോയത് എടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്നും എന്തെല്ലാം ഡിസ്കസ് ചോദിക്കുന്ന സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി സെറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ഡിസംബർ 15 നമ്മുടെ എക്സാം, ആരും മറന്നു പോകണ്ട. ഡിസംബർ 15 എക്സാം. ഇംഗ്ലീഷ് എന്നുള്ള ഒരു സബ്ജക്ട് പഠിക്കാൻ നമുക്ക് സമയം വളരെ കുറവാണല്ലോ. അപ്പോൾ മറന്നു പോകണ്ട, സെറ്റ് ആയിട്ട് പഠിച്ചോ. എടാ, അഗൈൻ ഇറ്റ് ഇസ് മീ ഇയാസാർ ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനും മറ്റൊരു സൊല്യൂഷൻ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.